ഹായ് നമസ്കാരം, ഞാൻ ശശികല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒപ്പം ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ഇടാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണണമെങ്കിൽ കാത്തിരുന്ന് കാണുക. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഒരു ചെറിയൊരു സംഭവം, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, എൻ്റെ കിണറ്റിനകത്തൊരു സാധനം വീണ് കിടക്കുന്നു. കിണറല്ല, കുത്തിത്തൊടിയുള്ള കുളം. അപ്പോൾ നമുക്കതെന്താണെന്നുള്ളത് കണ്ടാലോ? അതൊന്ന് എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. തോട്ടം എത്തൂലേ? ആരെ വന്നാ ഭാഗ്യം. കൊരുത്ത് കണ്ടാ സംഭവം എന്താണെന്ന്? ഒട്ടും വൈറ്റില്ല കേട്ടെ. എൻ്റെ തോട്ടം ഒടിക്കുമെങ്കിൽ പോയി കാര്യം. ഇതാ വരുന്നുണ്ട്. പിന്നെ അകത്ത് വീഴോ? ഇതാ വരുന്നുണ്ട്. വടേ അയ്യോ, പോയി. അപ്പം നമുക്ക് ഒന്നുകൂടെ അതിനെടുക്കാം. അയ്യോ, രാവിലെ ഞാൻ വിചാരിച്ചേട്ടാ അത് പോവുമെന്നുള്ളത്. ഇനി പറ്റുമെന്തോടെ കറക്കാതെ ഇടത്തിന് കിടക്കിരുന്നേട്ടാ. പാക്ക് കൊണ്ടിട അതിനകത്ത്. സംഭവം എന്താന്ന് നമുക്ക് വേറൊരു തോട്ടം ഇവിടെ വേണ്ടി വരും കേട്ടാ. പാള ഒന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കിടന്നൊക്കെ നോക്കാം. ദൈവമേ, നടക്കില്ല. നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. വേറെ നമുക്ക് തോട്ടം കെട്ടേണ്ട പറ്റും കേട്ടോ. ആക്കി എടുക്കാനായിട്ട് ഒരുപാട് പണിപ്പെട്ടാലെങ്കിലും കയറ് വരുമോ? പോന്നേക്ക്. ഞാൻ ഇറങ്ങിയെടുക്കും പകുതിയിൽ. കയറിക്കൂടെ ഇറങ്ങി എത്തൂല. നമുക്ക് നീളമുള്ള തോട്ടം എടുക്കാം. വേറെ വല് കുറഞ്ഞെടുത്തിട്ടെടുത്ത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടാ. നോക്കാം. ഇതിനാ കിണറ്റിനകത്തോട്ട് ഇറക്കണമെങ്കിൽ തന്നെ 2 കിലോ അരിയുടെ ചോറ് കഴിക്കണം. അങ്ങനെ ഞാൻ വേറൊരു തോട്ടം എടുത്ത് അത് നിങ്ങൾ കണ്ടായിരുന്നു. അതിന് അല്പം നീളം കൂടുതലും വെയിറ്റും കൂടുതൽ കേട്ടാ. വെയിറ്റ് നമുക്ക് എങ്ങനെയും പിടിച്ച് നിൽക്കാം. ഈ നീളം കൂടിയതുകൊണ്ട് സംഭവം ചർക്കൊന്ന് മനസ്സിലായി. അങ്ങനെ കണ്ണൊന്നും കണ്ടുകൂടെങ്കിലും പിന്നെ എന്ത് ചെയ്ത് ഈ പഴയ തോട്ടയ്ക്ക് തന്നെ അല്പം വാലൂടെ വച്ച്
കൈ ഒന്ന് ഇറക്കുകയാണ്. അത് കണ്ടിന് കുറച്ചുകൂടെ ആഴത്തിലേക്ക് അതങ്ങ് താന്നു കേട്ടോ. നോക്കാം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നല്ല അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം അതങ്ങ് ഇറങ്ങിപ്പോയി. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ കിണറ്റിനകത്ത് ഇറങ്ങേണ്ട സ്ഥിതി വരും. എനിക്ക് വേറെ കയറൊക്കെ കെട്ടണം. തട്ടി വരുന്നില്ലേ തോട്ടത്തിൽ പ്ലാൻ ചെയ്യുന്നില്ല. ക്ലിയറാകുന്നില്ല. നീ കണ്ട തോട്ടം അവസ്ഥ. നിനക്ക് കാണാൻ പറ്റുമോ തോട്ട പാള കിടക്കുന്നത്? ഇവിടേക്കാണല്ലേ? അങ്ങ് കിണറ്റിനടിയിലായി കേട്ടോ സംഭവം. ഏറ്റവും അടിയിലായിപ്പോയി കേട്ടോ സംഭവം. നമുക്കിത് ഇറക്കാതെ രക്ഷയില്ല കേട്ടോ. അവിടെ ഞാൻ ഇത്രയും പണിപ്പെട്ടിട്ട് നിങ്ങൾ ഇതൊക്കെ എവിടെ പാളയെ തട്ടിയെങ്കിലും പാളയിൽ അത് കൊരുത്ത് വരുന്നില്ലടേ. കുറച്ചെത്തിയില്ലേ അമ്മീ? വരുന്നുണ്ട്, നേരത്തെ പോലെ വരുന്നുണ്ട് ആള്. എങ്ങനെയെന്നറിയാൻ വയ്യ. കുറേ നേരത്തേക്ക് പണിപ്പെട്ട് പോരെ 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 പോരെ. വിടരുതേ മക്കളെ, കയറി പോന്നേക്കേ. പറ്റി പറ്റി പറ്റി. അങ്ങനെ രണ്ട് കൂടി എടുക്കട്ടെ അല്ലേ? എവിടെ കയറി ഇരിക്കുന്നത്? അതിനകത്ത് വേറെയും കിടക്കുന്നതും കൂടെ ഒന്ന് എടുത്തോട്ടെ. നിങ്ങൾക്കൊക്കെ പിന്നെ കണ്ടോളാം. പോ. ഇവിടെ ഒന്നുണ്ട്. കറി വരുമ്പോൾ അതിനെടുത്തോളാം. എടുക്ക്. നീ പറഞ്ഞ കൂടെ ഇട് നോക്കട്ടെ. ഇവിടെ കൈ വരുന്നുണ്ട്. അങ്ങനെ രണ്ട് പാക്കും ഒരു പാളയും ഒക്കെ എടുത്തിട്ടുണ്ട്. താങ്ക്സ്. ഓക്കെ ഓക്കെ.